18,000 രൂപക്കാണ് ഈ പോത്തുംകുട്ടി നമ്മളെ ചന്തയിൽ നിന്ന് വിറ്റിട്ടുള്ളത്. ഒരു പാർട്ടി വാങ്ങിച്ച് കെട്ടിയതാണ്. 18,000 രൂപ. ഈ രണ്ട് പോത്തുംകുട്ടികള് 30,000 രൂപയാണ് ചോദിച്ചിരുന്നത്. അതിൽ പാർട്ടിക്കാര് 24,000 രൂപ പറഞ്ഞു. 12,000 മേനി വെച്ച് രണ്ട് പോത്തുംകുട്ടികൾ 24,000 രൂപ പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല. ഈ കൂട്ടത്തില് നല്ല രണ്ട് പോത്തുംകുട്ടികൾ ഇതാണ്, വളർത്താൻ അനുയോജ്യമായ നല്ല രണ്ട് കുട്ടികള്. ഇവിടെ ഒരു 12,000-നും 18,000-ന്റെയും ഏകദേശം റേഞ്ചിൽ വരുന്ന പോത്തുകുട്ടികളാണ് ഈ കാണുന്നതൊക്കെ. നമുക്ക് ചെറിയൊരു പൈസക്ക് വാങ്ങിക്കാൻ പറ്റിയ പോത്തുകുട്ടികള്. പിന്നെന്ന് പറഞ്ഞാൽ വളർത്തു പോത്തുകുട്ടികൾക്ക് അത്യാവശ്യം വില കൊടുക്കേണ്ടി വരും എവിടെയായാലും. നമ്മൾ വാങ്ങിക്കുന്നിടത്തൊക്കെ അവരും തന്നെ പുറത്ത് പോയി ചന്തയിൽ നിന്ന് പോയി കൊണ്ടുവരുമ്പോൾ നല്ല വിലക്കാണ് വാങ്ങിച്ചു കൊണ്ടിരുന്നത്. അനുയോജ്യമായ കുട്ടികളാണ്. നമുക്ക് ചെറിയൊരു പൈസക്ക് മുതൽ മുടക്കിൽ വാങ്ങിക്കാൻ പറ്റിയ ചെറിയ കുട്ടികള്. ഏകദേശം ഒരു 12 മുതൽ 18 രൂപ റേഞ്ചിൽ ഏകദേശമൊക്കെ വില വരും. ഈ ഒരു ഇടത്തരം സൈസ് പോത്തുംകുട്ടി 45 രൂപയാണ് ചന്തയിൽ ചോദിച്ചത്. ഇതൊരു ചോദിക്കുന്ന റേറ്റ് ആണ്. ഏകദേശം ഒരു 110 കിലോമീറ്റർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഏകദേശം ഒരു 36-37 റുപ്യ റേഞ്ചിൽ ഏകദേശം കൊടുക്കേണ്ടി വരും. ഒരു ഇടത്തരം സൈസ് പോത്തുംകുട്ടി. ഇത് വേറൊരു ഇടത്തരം സൈസ് പോത്താണ്. ഇത് വളർത്താൻ വലിയൊരു അനുയോജ്യമല്ല. മീറ്റ് പർപ്പസിനൊക്കെ പറ്റുന്ന ഒരു പോത്തുംകുട്ടിയാണ്. ഒരു 120 കിലോമീറ്റർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. 42,500 ചോദിക്കുന്നത്. ഈ കാണുന്നൊക്കെ വളർത്താൻ അനുയോജ്യമായ കുറച്ച് ഇടത്തരം സൈസ് പോത്തുംകുട്ടികളാണ്. നല്ല ക്വാളിറ്റിയുള്ള പോത്തുംകുട്ടികൾ, ചെറുതും വലുതുമായ ഒരുപാട് പോത്തുംകുട്ടികൾ. ഒന്നും വാങ്ങിക്കാൻ ആളുകളില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വിലയാണ്. അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആളുകളൊക്കെ ഒഴിഞ്ഞു പോകുന്നത്. വില ചോദിച്ചു പോകുന്നുണ്ട്. വില ഒക്കെ വന്നിട്ടാണ് ആളുകൾ ഒഴിഞ്ഞു പോകുന്നത്. അപ്പൊ ഇങ്ങനത്തെ പോത്തുംകുട്ടികൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മഞ്ചേരി ചന്തയിൽ വന്നാൽ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാൻ കഴിയും. നല്ല നല്ല കുട്ടികളെ കണ്ടില്ല നിങ്ങള്. ഇതൊക്കെ 24-25 റുപ്യ ഏകദേശം കൊടുക്കും ചോദിക്കും അവര്. 16-17 റുപ്യ കിട്ടിയാൽ നമുക്ക് എടുക്കാം. ഒരു മീഡിയം സൈസ് കുറച്ച് പോത്തുംകുട്ടികളാണിത്. നമ്മള് വളർത്തിയാണ്ട് വിൽക്കാനൊക്കെ ഏറ്റവും അനുയോജ്യമായ കാലുകൾ ഒരു പക്ഷേ ഇതായിരിക്കും. പക്ഷെ കുറച്ച് റേഞ്ച് കൊടുക്കേണ്ടി വരും. ഏകദേശം 32 റുപ്യ മുതൽ 55 റുപ്യ റേഞ്ചിൽ വരെ ഏകദേശം പോത്തുങ്ങൾക്ക് വില കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് കുറച്ചു കാലം നോക്കിയിട്ട് നമുക്ക് വിൽക്കാൻ കഴിയും. ഇടത്തരം സൈസ് പോത്തുകുട്ടികൾ പറ്റ ചെറുത് വാങ്ങിച്ചാൽ നമ്മൾ ഒരുപാട് വർഷങ്ങൾ നോക്കേണ്ടി വരും. 1-2 വർഷമൊക്കെ ഏകദേശം നോക്കേണ്ടി വരും. അതാകുമ്പോൾ 5-6 മാസമൊക്കെ നോക്കിയാൽ മതി. ഇങ്ങനത്തെ ഒരു ഇടത്തരം സൈസ് പോത്തുകുട്ടികൾ നമ്മുടെ ചന്തയിൽ അത്യാവശ്യം എത്താറുണ്ട്. ഏകദേശം ഒരു 110 കിലോമീറ്റർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഇതിന്റെ റേറ്റ് നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മളെ ചന്തയിൽ നിന്ന് വിറ്റിട്ടുള്ള ഒരു എരുമക്കുട്ടിയാണിത്. മീറ്റ് പർപ്പസിന് പോകുന്ന ഒരു എരുമക്കുട്ടി. ഏകദേശം ഒരു 100 കിലോമീറ്റർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. 28 രൂപ മുതൽ 30 റുപ്യന്റെ റേഞ്ചിലുള്ളതാണ് അതിന്റെ എമൗണ്ട് വരുന്നത്. കറക്റ്റ് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഈ ഏരിയയിൽ കാണുന്ന ഇടത്തരം സൈസ് പോത്തുകുട്ടികളാണ്. നിങ്ങൾ ഒരു ലാഭം മോഹിച്ചാണ് കച്ചവടം നടത്തുന്നതെങ്കിൽ ഇങ്ങനത്തെ പോത്തുകുട്ടികൾ വാങ്ങിക്കാതിരിക്കാനും നന്നാവുക. ഈ പോത്തുകുട്ടികൾ നല്ല പോത്തുകുട്ടികളാണ്. 22 റുപ്യ റേഞ്ച് മുതൽ 34,000 രൂപ വരെ ഏകദേശം റേഞ്ച് വരും ഈ പോത്തുകുട്ടികൾക്ക്. എന്നുവെച്ചാൽ തോൽക്കട്ടി കുറവും അതുപോലെ കൊമ്പൻ തല ചെറുത്, നല്ല കാലകരും നീട്ടും കാര്യങ്ങളൊക്കെ ഉള്ള നല്ല പോത്തുകുട്ടികളാണ്. പക്ഷെ നിലവാരത്തിന് കിട്ടും കരുതി ഒരു ചന്തയ്ക്ക് നമ്മൾ പോകാൻ നിൽക്കണ്ട. പോത്തുകുട്ടികൾക്ക് വാങ്ങിക്കുമ്പോഴും വിൽക്കുമ്പോഴൊക്കെ നല്ല വില കൊടുക്കേണ്ടി വരും. ഈ ഭാഗത്ത് കാണുന്നത് മീറ്റ് പർപ്പസിന് പോകുന്ന എരുമകളാണ്. നമ്മളെ മെയിനായിട്ട് ചന്തയിലുണ്ടാവാറ് ഇങ്ങനത്തെ എരുമകളും മൂരികളും കാളകളൊക്കെയാണ്. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് എരുമകള്. പക്ഷെ വിലയാണ്. ഒരുപക്ഷെ സീസൺ ആയതുകൊണ്ട് ആയിരിക്കാം ഇത്ര റേറ്റുള്ള വിലകള്. ഒരു എരുമകളെ കൊമ്പുകൾ കണ്ടില്ല ഞങ്ങള്. അതൊക്കെ മീറ്റ് പർപ്പസിന് പോകുന്ന എരുമകളാണ്. ഇവിടെ വന്നാലെന്താ വെച്ചാല് നല്ല കളക്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അനുയോജ്യമായതിനാണ് തെരഞ്ഞെടുത്ത് വാങ്ങിക്കാൻ കഴിയും. നമ്മളെ മുടികളിച്ചലിന് അതുപോലെ മീറ്റ് പർപ്പസിന് പറ്റുന്ന കുറച്ച് കാളകളാണിത്. ഇടത്തരം സൈസ് കാളകള്. ഏകദേശം ഒരു 3.25-3.5 ഒരു വലിയ കാളയൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. അത് ഒരു രൂപന്റെ പുറത്ത് കൊടുക്കേണ്ടതിന് വില ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതിൽ പെട്ട ആ കാളയാണ്, ഞാൻ പറഞ്ഞ കാളയാണിത്. 1 ലക്ഷം റുപ്യ റേഞ്ചിൽ ഏകദേശം കൊടുക്കേണ്ടി വരും.
ഏകദേശം ഒരു 3:15 3:30 ഉള്ളിൽ മീറ്റ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഓരോ ടീം ഇങ്ങനെ വന്നുകൊണ്ട് ഓരോ കാലിനെ കഴിച്ചുകൊണ്ട് മുടി കളിച്ചലിന് പറ്റുമോ നോക്കുകയാണ്, അതിന് വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. നല്ല ഭംഗിയുള്ള കുറച്ച് ആന്ധ്രക്കാളകളാണത്, ആന്ധ്രാപ്രദേശ് കളകളാണ് മുഴുവനായിട്ട്. മെയിനായിട്ട് മീറ്റ് പർപ്പസിന് അതുപോലെ മുടി കളിച്ചൽ പർപ്പസിനൊക്കെ പോകുന്ന കാളകള്. എന്താ വെച്ചാൽ ഇപ്പോൾ വാങ്ങിക്കാനൊക്കെ ആളുകൾ കുറവാണ്. ഓരോ സീസൺ വരേണ്ടി വരും നല്ല കച്ചവടം നടക്കാൻ വേണ്ടി. ചന്തയിലൊക്കെ വരികയാണെങ്കിൽ ഇതൊക്കെ താഴത്തായിരിക്കും ഇങ്ങനത്തെ കാളകളൊക്കെ കാണാൻ കഴിയുക. ഫ്രണ്ടിൽ മാത്രം ഒതുങ്ങി നിൽക്കരുത്, താഴത്തോട്ടൊക്കെ ഇറങ്ങിയ നല്ല നല്ല കാളകളും പോത്തുകുട്ടികളൊക്കെ കാണാൻ കഴിയും. മീറ്റ് പർപ്പസിന് പറ്റുന്ന മൂരികളും അത്യാവശ്യം നല്ല നല്ല ക്വാളിറ്റി മൂരികളുണ്ട്. ഈ കാളക്കുട്ടി 30,000 രൂപയാണ് ചന്തയിൽ ചോദിച്ചത്. ലാസ്റ്റ് 30,000 രൂപ റേഞ്ചിൽ 30ന്റെ മുകളിൽ വേണമെന്നാണ് ചോദിച്ചത്. നല്ലൊരു കാളക്കുട്ടിയാണ്, വളർത്താൻ പറ്റിയ നല്ലൊരു കാളക്കുട്ടി, നല്ല ഭംഗിയുള്ളൊരു കാളക്കുട്ടി. ഓരോ ടീം ഇങ്ങനെ വന്ന് നോക്കുകയാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങൾ വ്യത്യസ്തമായ കമന്റുകളൊക്കെ ചെയ്യാം കേട്ടോ. ഗുഡ് ബൈ.